ഹായ് മക്കളെ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ നമുക്ക് ഈ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് 3 മാർക്കിനും 4 മാർക്കിനൊക്കെ എപ്പോഴും റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. അതിൽ നമുക്ക് എപ്പോഴും നമ്മുടെ വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന 7th ചാപ്റ്ററിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ 3 ടൈപ്സ് ഓഫ് ഹോസ്റ്റിംഗ്. അല്ലെ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ വെബ് സെർവറിൽ നമ്മുടെ വെബ്സൈറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് പർച്ചേസ് ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അല്ലെ, നമുക്ക് മെയിൻലി 3 ടൈപ്പ് ഹോസ്റ്റിംഗ് ആണുള്ളത്. ഷെയർഡ് ഹോസ്റ്റിംഗ്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്, അതുപോലെ തന്നെ VPS അല്ലെങ്കിൽ വിർച്വൽ പ്രൈവറ്റ് സെർവർ. അല്ലെ, എന്താണ് ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരൊറ്റ സെർവർ അല്ലെങ്കിൽ ഒരു സിംഗിൾ സെർവർ ഒരുപാട് യൂസേഴ്സ് ഷെയർ ചെയ്ത് യൂസ് ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അല്ലെ, അതിൽ നമുക്ക് കിട്ടിയിട്ടുള്ള റിസോഴ്സസ് ആയിക്കോട്ടെ, അതിന്റെ മെമ്മറി ആയിക്കോട്ടെ, അതിന്റെ സ്റ്റോറേജ് സ്പേസ് ആയിക്കോട്ടെ, ഇത് എത്ര പേരാണ് കൂടി പർച്ചേസ് ചെയ്യുന്നത് അവരെല്ലാരും കൂടി ഷെയർ ചെയ്ത് യൂസ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് ഏത് എന്ന് പറയുന്നത്? ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അല്ലെ, രണ്ടാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് ആണ്. എന്താണ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്? ഒരു എൻറ്റയർ സെർവർ ഒരു ക്ലയന്റ് അല്ലെങ്കിൽ ഒരു യൂസർ മാത്രം യൂസ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് ഏത് എന്ന് പറയുന്നത്? ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒരു എൻറ്റയർ സെർവറിന്റെ റിസോഴ്സസ് ആയിക്കോട്ടെ, അതിൽ എത്ര സ്റ്റോറേജ് സ്പേസസ് ഉണ്ടായിക്കോട്ടെ, ആ എൻറ്റയർ സ്പേസ് അല്ലെങ്കിൽ ആ ഒരു എൻറ്റയർ റിസോഴ്സ് ആർക്ക് തന്നെ യൂട്ടിലൈസ് ചെയ്യാം? ആരാണോ ആ സെർവർ സ്പേസ് പർച്ചേസ് ചെയ്യുന്നത് അവർക്ക് തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് VPS അല്ലെങ്കിൽ വിർച്വൽ പ്രൈവറ്റ് സെർവർ. അല്ലെ, ഷെയർ ഹോസ്റ്റിംഗിന്റെയും ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗിന്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് നിൽക്കുന്ന ഹോസ്റ്റിംഗ് സ്പേസ് ആണ് ഏത് എന്ന് പറയുന്നത്? VPS അല്ലെങ്കിൽ വിർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് പറയുന്നത്. അല്ലെ, അവരെ കാണാൻ എങ്ങനെയായിരിക്കും? ഷെയർഡ് പോലെ ആയിരിക്കും. വിർച്വലി പാർട്ടീഷൻ. വിർച്വലി അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും? പാർട്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്നാൽ അവിടെ പാർട്ടീഷൻ ചെയ്ത ഓരോ സെക്ഷനും ആര് പോലെ വർക്ക് ചെയ്യും? ഒരു ഡെഡിക്കേറ്റഡ് പോലെ വർക്ക് ചെയ്യും. നമ്മൾ കമ്പാരിറ്റീവ്ലി പറയുകയാണെങ്കിൽ ഷെയർഡ് ഹോസ്റ്റിങ്ങിനേക്കാളും സ്റ്റോറേജ് സ്പേസ് കൂടുതലായിരിക്കും, അതിനേക്കാളും കോസ്റ്റ് കുറവായിരിക്കും. എന്നാൽ ഡെഡിക്കേറ്റഡ് അത്ര കോസ്റ്റ് നമുക്ക് വരുന്നില്ല, പക്ഷെ ഡെഡിക്കേറ്റഡ് അത്ര സ്റ്റോറേജ് സ്പേസ് അവൈലബിൾ അല്ല. പക്ഷെ ഷെയറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഷെയറിനേക്കാളും കുറച്ചും കൂടി സ്റ്റോറേജ് സ്പേസ് ആർക്ക് കൂടുതലാണ്? നമ്മുടെ VPSന് കൂടുതലാണ്. അല്ലെ, ഇത് നമുക്ക് എപ്പോഴും ചോദിക്കുന്ന, നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നോക്കി കഴിഞ്ഞാൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വെബ്സൈറ്റ്സ് ആണ്. അല്ലെ, കമ്പയർ സ്റ്റാറ്റിക് ആൻഡ് വെബ്സൈറ്റ് ഡൈനാമിക് വെബ്സൈറ്റ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കമ്പയർ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ്സൈറ്റ്. അല്ലെ, സ്റ്റാറ്റിക് വെബ്സൈറ്റ് എന്താണ് അല്ലെങ്കിൽ ഡൈനാമിക് വെബ്സൈറ്റ് എന്താണ്? അല്ലെ, നമുക്കൊരു വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 രീതിയിലാണ് വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. ഒന്ന് സ്റ്റാറ്റിക്കും, രണ്ടാമത് ഡൈനാമിക് വെബ്സൈറ്റും ആണ്. അല്ലെ, സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ടേം തന്നെ സ്റ്റാറ്റിക്, അത് എപ്പോഴും എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുന്നതായിരിക്കും. അല്ലെ, ആ ഒരു വെബ്സൈറ്റിലെ കണ്ടന്റ് ആയിക്കോട്ടെ, അതിന്റെ ലേഔട്ട് ആയിക്കോട്ടെ, എപ്പോഴും എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും. എന്നാൽ ഡൈനാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഹാസ് ബീൻ ഫ്രീക്വന്റ്ലി ചേഞ്ച്. അല്ലെ, ഫ്രീക്വന്റ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ മാത്രം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ കണ്ടന്റ് നമ്മൾ ഓരോ പ്രാവശ്യം റിഫ്രഷ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം നമ്മൾ എടുത്ത് നോക്കുമ്പോഴും അതിന്റെ ലേഔട്ട് അല്ലെങ്കിൽ അതിലുള്ള കണ്ടന്റ് എപ്പോഴും എന്തായിരിക്കും? ഫ്രീക്വന്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. സെക്കൻഡ് വൺ പറയുന്നത് സ്റ്റാറ്റിക് വെബ്സൈറ്റിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നില്ല? ഡാറ്റാ ബേസുകൾ യൂസ് ചെയ്യുന്നില്ല. ബിക്കോസ് നമുക്കറിയാം ആ പേജ് എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. അല്ലെ, അവിടെ ചേഞ്ചസ് കാണാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നില്ല? ഡാറ്റാ ബേസുകൾ യൂസ് ചെയ്യുന്നില്ല. എന്നാൽ ഡൈനാമിക് വെബ്സൈറ്റ് ആണെങ്കിലോ അവിടെ നമ്മൾ ഡാറ്റാ ബേസസ് യൂസ് ചെയ്യും. എന്തുകൊണ്ടാണ്? നമുക്കറിയാം ഒരു ഡാറ്റ കഴിഞ്ഞ് നെക്സ്റ്റ് ഡാറ്റ വരണം, അല്ലെ, അല്ലെങ്കിൽ ഒരു ഫീഡ് വന്ന് നെക്സ്റ്റ് ഫീഡ് വരണം. അപ്പം ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഡാറ്റാ ബേസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഡയറക്ട്ലി നമ്മുടെ ബ്രൗസറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമ്മുടെ നോർമൽ ബ്രൗസർ ഏതാണോ ഇന്റർനെറ്റുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. നമ്മൾ നോർമലി നമ്മുടെ സിസ്റ്റത്തിലുള്ള ബ്രൗസർ ഏതാണോ ആ ഒരു ബ്രൗസറിൽ തന്നെ നമുക്ക് അതിന് എന്ത് ചെയ്യാം? റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. എന്നാൽ ഡൈനാമിക് വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ക്ലയന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രൗസർ. അല്ലെ, അല്ലെങ്കിൽ നമുക്ക് സെർവറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സെർവറിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രൗസർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തിനെ റൺ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? നമ്മുടെ ഡൈനാമിക് വെബ് പേജുകളെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ. അല്ലെ, ജസ്റ്റ് അതിന്റെ ഒരു പിക്ചറൈസേഷൻ കിട്ടി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ കോഡുകൾ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്റ്റാറ്റിക് വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നാൽ ഡൈനാമിക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നതോ ഈസി ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ അല്ല. നമുക്കറിയാം അതിന് എന്തുകൂടി വേണം? കുറച്ചുകൂടി പ്രോഗ്രാമിംഗ് സ്കില്ലുള്ള ഒരാൾക്ക് നമുക്ക് എന്ത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? ഒരു ഡൈനാമിക് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് മൂന്നാമതായിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ് എക്സ്പ്ലെയിൻ എനി 3 ഫങ്ഷൻസ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. അല്ലെ, ജാവാസ്ക്രിപ്റ്റിലുള്ള ഏതെങ്കിലും 3 ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അല്ലെ, നമുക്കറിയാം ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നമ്മൾ 5 ഫങ്ഷൻസ് ബിൽഡിനായിട്ട് 5 ഫങ്ഷൻസ് പഠിച്ചിട്ടുണ്ട്. അലേർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്, isnan എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്, ടു അപ്പർ കേസ് ടു ലോവർ കേസ്, അതുപോലെ തന്നെ char at എന്ന് പറയുന്ന ഫംഗ്ഷൻ.
എന്താണ് അലേർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ? അലേർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്കറിയാം, ഏതെങ്കിലും നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേ മെസ്സേജസ് പോപ്പപ്പ് പോലെയുള്ള ഡിസ്പ്ലേ മെസ്സേജുകൾ വരാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത് എന്ന് പറയുന്നത്? അലേർട്ട് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇസ്നാൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലെ. ഇസ്നാൻ എന്ന് പറയുന്നത് നമ്മൾ എൻ്റർ ചെയ്ത ക്യാരക്ടർ നമ്പർ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം, ഇസ്നാൻ എന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് എ നമ്പർ എന്നാണ് അല്ലെ. അത് എന്തല്ല, നമ്പർ അല്ല എന്നാണ്. അതായത് ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഔട്ട്പുട്ട് കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഫോൾസ് എന്നും, ഇനി അതല്ല നമ്മുടെ നമ്പർ അല്ലാത്ത വേറെ ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ആണ് ഇൻപുട്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് ട്രൂ എന്നായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇവിടെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. തേർഡ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ടു അപ്പർ കേസ് ആണ്. നമുക്കറിയാം നമ്മുടെ കയ്യിലുള്ള സ്മോൾ ലെറ്റേഴ്സിലെ ഇതൊരു സ്മോൾ ലെറ്റർ എ ആണ്. ഇതിനെ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ എയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഏത് എന്ന് പറയുന്നത്? ടു അപ്പർ കേസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്റേഴ്സിനെ സ്മോളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ഏതും യൂസ് ചെയ്യും? ടു ലോവർ കേസ് എന്ന് പറയുന്ന ഫംഗ്ഷനും യൂസ് ചെയ്യും. അഞ്ചാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ക്യാരറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലെ. ക്യാരറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്കറിയാം ഒരു പൊസിഷണൽ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. നമ്മൾ അറേസ് ഒക്കെ പഠിച്ചിട്ടില്ല. ഇതേപോലെ ഒരു അറേ ഉണ്ടെങ്കിൽ നമുക്കറിയാം എ ബി സി ഡി അല്ലെ, 4 ക്യാരക്ടേഴ്സ് ഞാൻ ഇവിടെ ഇൻപുട്ട് ചെയ്തു. നമുക്കറിയാം ഇതിന്റെ അറേയുടെ ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് 0 1 2 3 അല്ലെ. എപ്പോഴും 0 ൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അതിനെ നമ്മൾ ഇൻഡെക്സ് നമ്പേഴ്സ് എന്നാണ് വിളിക്കാറുള്ളത്. ഇതിലിപ്പം ഞാൻ പറയാണ് അറേ ഓഫ് C3 എന്ന് പറയാണ് അല്ലെ. അറേ ഓഫ് 3 എന്ന് പറയാണ്. അറേ ഓഫ് 3 എന്ന് പറഞ്ഞാൽ ഇതിൽ ഔട്ട്പുട്ട് ഏതായിരിക്കും? ഡി ആയിരിക്കും. അഥവാ ഇൻഡെക്സ് നമ്പറിന്റെ വാല്യൂ അല്ലെങ്കിൽ ഇൻഡെക്സ് നമ്പറിൽ ഏത് വാല്യൂ ആണോ ഉള്ളത് ആ ഒരു വാല്യൂവിനെ ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? അറേ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ഫംഗ്ഷൻസിൽ ക്യാരറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ഒരു 3 ക്വസ്റ്റ്യൻസും നമുക്ക് റിപ്പീറ്റഡ്ലി എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോസ് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം.